പ്രിയപ്പെട്ടവരെ, മഹാസഖ്യത്തിനെതിരെ ആഞ്ഞടിച്ച് AMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി. മുസ്ലിം വോട്ട് ഭിന്നിപ്പിക്കുന്നുവെങ്കിൽ ഉത്തരവാദിത്വം മഹാസഖ്യത്തിനാകുമെന്ന് അസദുദ്ദീൻ ഒവൈസി റിപ്പോർട്ടറിനോട് പറഞ്ഞു. കോൺഗ്രസിന് ഫ്യൂഡൽ മനോഭാവമെന്നും തേജസ്വിയെ വർഗീയവാദിയെന്നും ഒവൈസി വിമർശിക്കുന്നു. തേജസ്വി യാദവ് തന്നെ തീവ്രവാദിയെന്ന് വിളിച്ചു. വർഗീയ മനോഭാവമുള്ളയാളാണോ മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നതെന്നാണ് ചോദ്യം. കേൾക്കാം. This is the third time our party is fighting Bihar elections. Last election we had won 5 seats. Before that in the by-election won 1 assembly seat. So the main plank is the underdevelopment of Muslim community, the injustice which has been perpetrated to people of Simanchal, and general at large. We want to ensure that communal fascist forces are defeated. And this is what our main struggle in these elections is, and main objective and main desire, and this is what we are talking about. What about the vote split allegation? We tried. We wrote a letter to all these India Alliance parties. We said, give us 6 seats. What more can we do if they don't want to accept us? We already had 5 MLAs over here. So we have to, we are a political party. No, this is a feudal mindset. This is a feudal mindset. They don't believe in pluralism, diversity, fraternity and justice, which are part of our basic structure of our constitution. It's a feudal mindset. How can you tell a political party you should not contest when we won 5 MLAs from here? What kind of this? No. So again, any Muslim having a beard and wearing a cap for them is extremist. They will call me terrorist also. And these sort of comments have put many Muslims inside prisons. This is the communal mindset of a person who is aspiring to become the Chief Minister of Bihar. Anyone who's asking for justice is an extremist. Anyone who's saying, why have you not stood up to your promises is extremist. So this clearly shows their communal mindset, and people will reply to him on the 11th. ബീഹാറിൽ ദിവസങ്ങളായി ക്യാമ്പ് ചെയ്ത് അസദുദ്ദീൻ ഒവൈസി AMIMന് വേണ്ടിയുള്ള പ്രചരണം തുടരുകയാണ്. ഏതായാലും പ്രശാന്ത് കിഷോറിനും തേജസ്വി യാദവിനുമെതിരെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് റിപ്പോർട്ടർ ടിക്ക് നൽകിയ പ്രതികരണത്തിൽ അസദുദ്ദീൻ ഒവൈസി പറയുന്നത്. ബീഹാറിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ ബീഹാർ. അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയായ AMIM മുസ്ലിം വോട്ട് ഭിന്നിപ്പിക്കുമെന്ന ആശങ്കയിലാണ് മഹാസഖ്യം. മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ സീമാഞ്ചലിലടക്കം 25 മണ്ഡലങ്ങളിലാണ് ഈ പാർട്ടി മത്സരിക്കുന്നത്. 2020 AMIM മത്സരിച്ചത് കാരണം പ്രതീക്ഷിച്ച നിരവധി സീറ്റുകളിൽ മഹാസഖ്യം പരാജയപ്പെട്ടിരുന്നു. ആദിൽ പാലോടുണ്ട്. ആദിൽ പാലോട്, എവിടെയൊക്കെ അസദുദ്ദീൻ ഒവൈസി എത്തുന്നോ അവിടെയൊക്കെ BJPക്ക് വിജയം ഉറപ്പ് എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു നരേഷൻ. അവിടെ കൃത്യമായ മഹാസഖ്യത്തിന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ അസദുദ്ദീൻ ഒവൈസിക്ക് സാധിക്കുന്നു എന്നുള്ളത് പച്ചയായ പരമാർത്ഥമാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ അസദുദ്ദീൻ ഒവൈസി മഹാസഖ്യത്തെ കുറ്റപ്പെടുത്തി വന്നിരിക്കുന്നത്. എന്താണ് സാധ്യത? അസദുദ്ദീൻ ഒവൈസി ഇക്കുറിയും അവിടെ ഒരു വലിയ സ്പോയിലർ ആകുമോ? ദ ഗ്രേറ്റ് സ്പോയിലർ. ഉറപ്പായും അതിനുള്ള സാധ്യത തന്നെ കാണുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ 25 മണ്ഡലങ്ങളിലാണ് അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി മത്സരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കിഷൻഗഞ്ച് അടക്കമുള്ള മുസ്ലിം ഭൂരിപക്ഷ മേഖലയൊക്കെ സന്ദർശിച്ചിരുന്നു. അവിടെ വലിയ സ്വാധീനമാണ് അസദുദ്ദീൻ ഒവൈസിക്കുള്ളത് എന്നതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കോൺഗ്രസും RJDയും സ്ഥാനാർത്ഥികൾ എത്തുന്നു. അസദുദ്ദീൻ ഒവൈസിയുടെ സ്ഥാനാർത്ഥി വരുന്നു. മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോയാൽ, ഭിന്നിച്ചു പോയാൽ അവിടെ സ്വാഭാവികമായും വിജയിക്കുക BJP തന്നെയാകും എന്നുള്ളതാണ് പൊതുവിൽ നമ്മൾ കാണുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെയാണ് വലിയ ആശങ്ക മഹാസഖ്യത്തിനുള്ളിലുള്ളത്. അസദുദ്ദീൻ ഒവൈസി പറയുന്ന മറുപടിയാകട്ടെ, തനിക്ക് 6 സീറ്റ് AMIMന് 6 സീറ്റ് ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യത്തിലെ RJDക്കും കോൺഗ്രസിനും കത്ത് നൽകിയിരുന്നതാണ്. ആ സീറ്റ് നൽകിയിരുന്നെങ്കിൽ ഞാനിങ്ങനെ മത്സരിക്കില്ലായിരുന്നു. വോട്ട് ഭിന്നിക്കുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മഹാസഖ്യത്തിലെ നേതാക്കൾക്ക് തന്നെയാണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ് ഒവൈസി നമുക്ക് നൽകിയ ചെറിയ പ്രതികരണത്തിലും. ഏതായാലും വലിയ ആശങ്ക മഹാസഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രത്യേകിച്ച് സീമാഞ്ചൽ മേഖലയിൽ 25 മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൗതുകമുള്ള കാര്യം, കഴിഞ്ഞ തവണ 2020 5 സീറ്റുകളിൽ ജയിച്ചിരുന്നു AMIM എന്നുള്ളതാണ്. പിന്നീട് 4 MLAമാർ കൂറുമാറി RJDയിൽ ചേർന്നിരുന്നു. അങ്ങനെ ഒരു കുഴഞ്ഞു മറിഞ്ഞ രാഷ്ട്രീയമാണ് അസദുദ്ദീൻ ഒവൈസിയെ സംബന്ധിച്ചിടത്തോളം ബീഹാറിലുള്ളത്. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു സീമാഞ്ചൽ മേഖലയിലൊക്കെ സീറ്റ് ലഭിക്കുമെന്ന്, കൂടുതൽ സീറ്റുകളിൽ ജയിച്ചു കയറാമെന്ന് മഹാസഖ്യത്തിന്. പക്ഷേ അസദുദ്ദീൻ ഒവൈസി വന്നതോടുകൂടിയാണ് 10-ലധികം സീറ്റുകളിൽ നേരിയ മാർജിനിൽ BJPയോട് കോൺഗ്രസും RJDയും പരാജയപ്പെട്ടത്. ഇത്തവണയും അതിനുള്ള സാഹചര്യം കാണുകയാണ്, മുൻകൂട്ടി വിലയിരുത്തുകയാണ് മഹാസഖ്യം. പക്ഷേ തന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് റിപ്പോർട്ടറിനോട് അസദുദ്ദീൻ ഒവൈസി. അരുൺ.
ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ് നമുക്കൊപ്പം ചേർന്നത്. എന്നാലും അസദുദ്ദീൻ ഒവൈസി ഇക്കുറി സീമാഞ്ചലിൽ ഒരു സ്പോയിലർ ആകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അസദുദ്ദീൻ എവിടെ പോയാലും ഒരു സ്പോയിലർ ആണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാമല്ലോ.